എന്തൊക്കെയാണ് ഈശ്വര നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? പല കാര്യങ്ങൾ ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രേണുസുധിയുടെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ചാറ്റുകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതെല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ കാണാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ രേണുസുധി കോണ്ടന്റ് ഇഷ്ടമില്ലാത്തവർ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഞെട്ടിക്കുന്ന ഓരോരോ വാർത്തകളാണ് വരുന്നത്. പിന്നെ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ല, ഇതൊക്കെയാണ് അതിനകത്ത് സംഭവിക്കുന്നത് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാം ഒന്നും നമുക്ക് പുറത്തു വിടാൻ പറ്റത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് ഇവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കുറച്ച് ഡീറ്റെയിൽസ് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതൊക്കെ ഒന്ന് കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഒരു 2-3 വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ എല്ലാവരും ഇവരെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു 2-3 വീഡിയോസ് കാണാം. കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിപ്പ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതൊരു ആക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സാധാരണ ഒരു ഷൂട്ട്, ഞാനൊക്കെ ഷൂട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് കാണാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. വെറുപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെറുപ്പീരായിരിക്കും. ഇത് ഇഴുകി ചേർന്നങ്ങ് നിൽക്കുകയല്ലേ, എത്ര നേരമാ. എന്തെങ്കിലും സാധാരണ ഇങ്ങനെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ. ഇത് അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ്, അമർത്തി പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പം ആൾക്കാർ പ്രതികരിച്ചു പോവും. ഇനിയിപ്പോ ഇവരുടെ വേറെ ഒരു വീഡിയോസ് നമുക്ക് കാണാം. ആ ക്യാമറാമാൻ ചോദിക്കുന്നത്, അതായത് ഇവരുടെ കൂടെ ഉള്ള യൂട്യൂബിലെ ക്യാമറാമാൻ ചോദിക്കുന്നത് എന്താ അങ്ങനെ തന്നെ നിൽക്കുന്നേന്ന്. ലയിച്ചങ്ങ് നിന്ന് പോയതാ, അവര് പോലും പറഞ്ഞില്ല. കാരണം ഏത് ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇഴുകി ഇറങ്ങി ചെന്ന് അഭിനയിക്കാണ്. അഭിനയമാണെന്ന് തോന്നുക പോലും ഇല്ല. കാരണം അത്രയ്ക്ക് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് അങ്ങ് ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സീൻ മാത്രമേ ഇത്രയും ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരേ ആക്ഷൻ തന്നെ. പക്ഷെ ഈ കെട്ടിപ്പിടിക്കുന്ന സീൻ അതൊരു ഒന്നൊന്നര ആക്ടിങ് കേട്ടോ. അഭിനയം എന്ന് തോന്നത്തില്ല, ആക്ടിങ് എന്ന് തോന്നത്തില്ല, ജീവിക്കുകയാണെന്ന് തോന്നിപ്പോവാ. ഇനി വേറൊരെണ്ണം കൂടെ കാണാം. അപ്പൊ 2-3 ഞാനിപ്പോ കാണിച്ചത് എന്താണെന്നറിയാവോ? ഇവർക്ക് ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഇവർ അഭിനയിക്കുന്ന എല്ലാത്തിനകത്തും ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അതാണ് സംശയം. എല്ലാവരും ചോദിക്കുന്നത് ആൽബം ഷൂട്ടാണെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണിക്കുന്നത് എന്താ, നമ്മൾ കാണുന്നത് എന്താ? എല്ലാം ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഉമ്മ വെക്കുന്നതും ഇഴുകി ചേർന്ന് നിൽക്കുന്നതും ഒക്കെ നമ്മൾ കാണും. ഞാനിപ്പോൾ കാണിച്ചത് 2 ആൽബത്തിന്റെ ഷൂട്ടിന്റെ, ഇപ്പൊ 3 കെട്ടിപ്പിടുത്ത രംഗം ഞാൻ ഇതിനകത്ത് കാണിച്ച്. 3 ഞാൻ കാണിച്ച്. ഈ 3ഉം 2 ആൽബത്തിന്റെ ഷൂട്ടിന്റെയാണ്. അപ്പൊ ഇവരെ വിളിക്കുന്നത് തന്നെ ഇവരുടെ ഈ ഒരു സീനിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രേണുസുധിയുടെ കെട്ടിപ്പിടുത്ത വീഡിയോ, രേണുസുധിയുടെ കെട്ടിപ്പിടുത്ത ആൽബം എന്ന് പേര് മാറ്റേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ആൽബം, ഇവരുടെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ നമുക്ക് ആ എക്സ്ക്ലൂസീവിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പ് ഈ സബ്സ്ക്രിപ്ഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അടച്ച് അവർക്ക് മാത്രമേ, ഇപ്പൊ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പൈസ അടച്ച് അവരുടെ ആ ഒരു മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതിനകത്തും വീഡിയോ ഇപ്പൊ സ്റ്റോറി ഇടുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടാന്ന് വെച്ചാൽ പൈസ അടച്ചവർക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനകത്തും ചാറ്റ് ചെയ്യാം. അതിനകത്ത് ഇപ്പം നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരാൾ ഹായ് അയച്ചാൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മറുപടി കൊടുത്താൽ മതി. മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു പിണ്ണാക്ക് നടക്കത്തില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഒരാൾ വന്ന് ഹായ് പറഞ്ഞാൽ അതിന് തിരിച്ച് ഹായ് കൊടുത്തേ പറ്റൂ. അവർ ഏത് രീതിയും സംസാരിക്കുന്ന ആ രീതി സംസാരിച്ചേ പറ്റൂ. കാരണം എന്താ, അവരുടെ പൈസ നമ്മൾ മേടിച്ചിട്ടാണ് അവർ നമ്മളോട് ചാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ അവരോട് ഇപ്പം 199 രൂപ മേടിച്ച് ഒരു മാസത്തേക്ക് 199 രൂപ അവരുടെ നിന്ന് നമ്മൾ മേടിച്ചെങ്കിൽ നമ്മൾ അവരോട് ചാറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവർക്ക് വീഡിയോസ് ഇട്ട് കൊടുക്കണം, അവർക്ക് സ്റ്റോറി ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരാളല്ല, ഈ 3000 പേരോളം ഉണ്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ. അപ്പൊ അത്രയും പേരോടും ചാറ്റ് ചെയ്യണം, അത്രയും പേർക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കണം, സ്റ്റോറി ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ അതിനകത്ത് ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല. പോടാ നിന്നോട് എനിക്ക് ചാറ്റ് ചെയ്യാൻ വയ്യ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാരണം കാശ് മേടിച്ചതല്ലേ. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന മെസ്സേജുകൾ, ആദ്യത്തെ മെസ്സേജ്, അപ്പൊ നമുക്ക് ഇതൊരു UK-കാരന്റെ ചാറ്റാണ് കേട്ടോ. അയാൾ തന്നെ പുറത്ത് വിട്ടിട്ടുള്ളതാണ്. അപ്പൊ അയാൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ആദ്യം ഒരു സ്റ്റിക്കർ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ ചാറ്റ് ചെയ്തേക്കാണ്, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയും ഒരു സ്റ്റിക്കർ. അപ്പൊ ഇതിനകത്ത് രേഷ്മ പി തങ്കച്ചൻ കൊടുത്തിരിക്കുന്ന റിപ്ലൈ, യാ ആക്കാം,
ആക്കാമെന്ന്, ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആക്കാം. ഐ ആം ഇൻ UK നൗ. അപ്പോൾ അയാൾ UK-യിലാണെന്ന് പറയുന്നു. പിന്നെ നേരിട്ട് കാണുന്നതിൻ്റെ റേറ്റാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ചാറ്റ് എടുക്കാം. അപ്പോൾ അടുത്ത ചാറ്റ് കുറേ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവർ കുറച്ച് മാത്രമേ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാണെന്ന് പറഞ്ഞില്ല. അപ്പം പറയുന്നത് എൻ്റെ മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ. ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജാണ് കേട്ടോ ഈ പറയുന്നത്, അല്ലാതെ ഷൂട്ടിൻ്റെ ഒന്നും അല്ല. അപ്പോൾ അതിനകത്ത് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്ന കണ്ടോ, ഒരു കാലിൻ്റെ പിക്ചർ, അപ്പോൾ ഒരു ലവ് ചിഹ്നത്തിൻ്റെ സിമ്പൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു കാലിൻ്റെ പിക്ചർ, അപ്പം അതിനും അത് തന്നെ ലവ് ചിഹ്നത്തിൻ്റെ സിമ്പൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടാണ് ഈ ഡയറക്റ്റ് മീറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ മാനേജറാണ് തീരുമാനിക്കുന്നത്. മാനേജറെ കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ UK-കാരൻ ഇട്ട സ്ക്രീൻഷോട്ടാണ്, ആകെ 2 സ്ക്രീൻഷോട്ടാണ് കിട്ടിയത്. പക്ഷെ അതിൻ്റെ താഴോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ക്യാമറാമാനെ എങ്ങാണ്ട് കുട്ടാന്ന് വിളിച്ച്. അപ്പോൾ അയ്യോ സോറി ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കുട്ടാന്ന് വിളിക്കുന്നത് കൊണ്ട് ഓർക്കാതെ വന്നു പോയതാണ്. അപ്പോൾ അതിനകത്തുള്ളവരെയൊക്കെ വിളിക്കുന്നത് കുട്ടാന്നാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 2 ഈ സ്ക്രീൻഷോട്ട് മാത്രം മതി ഈ സബ്സ്ക്രിപ്ഷനിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള. പിന്നെ ഇതിപ്പോൾ ഈ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ ഷൂട്ടിൻ്റെ കാര്യത്തിനാണെന്ന് പറയാം. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഷൂട്ടിൻ്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ ആരും വക്കാലത്ത് പിടിച്ച് വരണ്ട. കാരണം ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് എനിക്ക് നാട്ടിൽ വന്നാൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ, ആക്കാമെന്നാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചാർജ് എത്ര, മീറ്റ് ചെയ്യുന്നതിന് ചാർജ് എത്ര? ഈ മീറ്റ് ചെയ്യുന്നത് വെറുതെ അവിടെ പോയി കടലപ്പിണ്ണാക്ക് കുറച്ച് തിന്നാനല്ലല്ലോ. ഈ ഒരു ചാറ്റ് ലീക്ക് ആയതിൻ്റെ പേര് വേണമെങ്കിൽ പറയാം UK-യും കേരളവും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാക്കാനുള്ള മീറ്റിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇവരുടെ വിചാരം ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സീക്രട്ട് ആണെന്നാ. ഒരിക്കലുമല്ല. ഈ സ്ക്രീൻ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എല്ലാവരും അത് ഫോണിലെടുക്കാം. അവർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അവർക്ക് അത് ഡൗൺലോഡ് ചെയ്യുകയും ഈ ചാറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പം തന്നെ വേണമെങ്കിൽ അവർക്കെല്ലാം സ്ക്രീൻഷോട്ട് ചെയ്ത് അവർക്ക് ഇതുപോലെ പബ്ലിക് ആക്കാം. പക്ഷെ അവരാരും പബ്ലിക് ആക്കത്തില്ല. പക്ഷേ ഇവിടെ രേണുസുതി ആയതുകൊണ്ട് പബ്ലിക് ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോരുത്തരും ഇങ്ങനെ പബ്ലിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും നമുക്ക് എന്താണ്, അവർ ചാറ്റ് ചെയ്യുമോ, അവർ ശരീരം വെക്കുമോ, അവർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ചോദിക്കും. പക്ഷെ അതല്ല, ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്രയോ കുട്ടികളുണ്ട്, എത്രയോ യുവാക്കളുണ്ട്. ഇപ്പൊ ഈ ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു കുടുംബമുള്ളവരല്ലേ. അപ്പൊ ഈ സമൂഹത്തിന് ദോഷമാകുന്ന കാര്യം തന്നെയാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ കൂടുതലും ശക്തമായിട്ട് എതിർക്കുന്നതിന്റെ കാര്യം. മറ്റുള്ള ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവർക്ക് തൊടയും കാലും മറ്റതും ഒക്കെ കാണിച്ചു കൊടുത്ത് ഇവളുമാർ കാശ് മേടിച്ചിരിക്കുമ്പോൾ അതൊരു കുടുംബത്തിലെ ചെറുക്കനാണ്. ഒരു ഭാര്യ ഉണ്ടാവാം, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവാം, അനിയത്തിമാരുണ്ടാവാം, കുടുംബാംഗങ്ങൾ ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് പേരുണ്ടാവാം. അതുപോലെ തന്നെ 18 വയസ്സ് പോലും തികയാത്ത ചെറിയ ആൺകുട്ടികൾ പോലും ഉണ്ട് ഇവരുടെ വലയിൽ. കാരണം ഇതൊക്കെ നമ്മൾ അനുവദിച്ച് കൊടുത്തുകൂടാ. അല്ലാതെ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് ക്യാഷ് ഉണ്ടാക്കട്ടെ. മോശം വീഡിയോ ചെയ്താൽ മാത്രമേ ഈ പബ്ലിക്കിൽ റീച്ച് കിട്ടൂ എന്നൊന്നുമില്ല. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ റീച്ച് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കി ജീവിക്കാൻ നല്ലൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ രേണു സുധിയെ പോലുള്ള ഒരാൾക്ക് സുധിയുടെ ലെവലിൽ നല്ല സുഖമായിട്ട് ജീവിക്കാം, നല്ല സുഖമായിട്ട് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ അത് ഇങ്ങനെയും റീച്ച് ഉണ്ടാക്കൂ എന്ന് അവരാണ് വാശി പിടിക്കുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു തിന്മകളെ ഇവർ ഈ കാണിക്കുന്ന സമൂഹത്തിന് ഇപ്പൊ ഇവര് കള്ള് കുടിച്ചാലോ, ഇവര് സിഗരറ്റ് വലിച്ചാലോ, സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്തിട്ട് ചെയ്യാലോ, ഇനി എല്ലാവരെയും തുണി ഉരിഞ്ഞ് കാണിച്ചാലോ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഭാഗം ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ ചീത്തയായി പോകുന്നുണ്ട്, അതിൻ്റെ വലയിൽ വീഴുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ഇവർക്കെതിരെ മാത്രമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഈ നിമിഷ ബിജോ, അതുപോലെ തന്നെ ഈ നിഷാൻ അണ്ണീച്ചോ, ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ഇവളുമാർക്കും എതിരെ തന്നെയാണ് നമ്മൾ. ഇതുപോലെയുള്ള ഇവളുമാർക്കൊക്കെ എതിരെ എന്ത് തെളിവ് കിട്ടിയാലും നമ്മൾ വീഡിയോ ചെയ്യും, പ്രതികരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.